സുഖമല്ലേ സുഹൃത്തുക്കളെ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. ഇന്ന് യേശുനാഥൻ പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ച്, നിരന്തരമായി പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് നൽകുന്ന ഒരു ഭാഗമാണ് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. ആ വചനം ഇത് പറയുന്നു: അങ്ങനെയെങ്കിൽ തൻ്റെ നാമം വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലയോ? നോക്കുക, തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ ഭക്തർക്ക്, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ല. ഇതിനു മുൻപ് അതിനെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം പറയുവാനായിട്ട് യേശു പറഞ്ഞിരിക്കുന്നത്, ഒരു വിധവ തനിക്ക് നീതി നടപ്പാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായാധിപനെ സമീപിക്കുന്ന സംഭവമാണ്. ഈ ന്യായാധിപനാണെങ്കിലോ ആള് ഒരു മനസാക്ഷി ഇല്ലാത്തൊരു ആളിനെ കഥാപാത്രമായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. പക്ഷേ ഈ വിധവ നിരന്തരമായിട്ട് അദ്ദേഹത്തിനെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും, അദ്ദേഹത്തിനോട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞപേക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇവരോട് അലിവ് തോന്നി. ഈ വിധവ എന്നെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഇവർക്ക് നീതി നടപ്പാക്കി കൊടുക്കും എന്ന് അദ്ദേഹം അവസാനമായിട്ടൊരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ നോക്കുക, നീതിരഹിതനായ ഒരു മനുഷ്യൻ പോലും നിരന്തരമായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചപ്പോഴേക്കും അവരുടെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് മനസ്സലിവ് ഉണ്ടായെങ്കിൽ, തൻ്റെ നാമം നിരന്തരമായി വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ മുന്നിൽ നിരന്തരമായിട്ട് യാചനയോടുകൂടി നിൽക്കുന്ന തൻ്റെ ഭക്തർക്ക്, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കുകയില്ലേ? തീർച്ചയായിട്ടും ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഇവിടെ നമ്മളുടെ ജീവിതം നമ്മളൊന്ന് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ജീവിതം അത് പാപം നിറഞ്ഞതോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ഉള്ളതായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്ന കടമകൾ ചെയ്തുകൊണ്ട്, നമ്മളുടെ കർത്തവ്യങ്ങൾ നമ്മൾ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും നമ്മൾ നിർവഹിച്ചുകൊണ്ട്, നമ്മൾ ദൈവത്തിന് മുന്നിൽ നമ്മളുടെ കാരണങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ യാചനകൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ യാചനയ്ക്കും ഉത്തരം കിട്ടും. അതുകൊണ്ട് ഭഗ്നാശരാകാതെ, പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നമുക്ക് നാളെ കാണാം.